നമസ്തേ. പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസം എത്തിയിരിക്കുകയാണ്. നാളിതുവരെ അനുഭവിച്ചു വന്ന പല ദുരിതത്തിൽ നിന്നും ചില നക്ഷത്രക്കാർക്ക് മോചനമുണ്ടാവുന്നു. ഇവർക്കിനി രാജയോഗ നാളുകൾ എന്ന് പറയാം. കർക്കിടകത്തിലെ 31 ദിനങ്ങൾ ഇനി ഇവരുടേതാണ്. കർക്കിടകം 5 കഴിയുന്നതോടെ രാജയോഗം ഈ നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്നു. കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ആത്മീയ ധ്യാനത്തിൻ്റെയും രോഗശാന്തിയുടെയും മാത്രം ദിനങ്ങളല്ല കർക്കിടകത്തിൽ സംഭവിക്കുന്നത്. ഇതിന് ജ്യോതിഷപരമായും വളരെയധികം പ്രാധാന്യമാണുള്ളത് എന്നതാണ്. ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരവും സന്തോഷത്തിൻ്റെ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം കർക്കിടക മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നു. വേദജ്യോതിഷത്തിൽ രാജയോഗം എന്നത് ഭാഗ്യത്തിലോ പദവിയിലോ പെട്ടെന്ന് ഉയർച്ച കൊണ്ടുവരുന്ന ഒന്നാണ്. പലപ്പോഴും ഈ കർക്കിടകത്തിൽ വ്യാഴം, ശനി എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക വിന്യാസങ്ങൾ മൂലം സംഭവിക്കുന്ന രാജയോഗത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇത് ഓരോ നാളുകാരുടെ ജീവിതത്തിലും ഉണ്ടാക്കുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണിനി രാജയോഗത്തിലേക്ക് കുതിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, ഇവരുടെ കരിയറിൽ മികച്ച മാറ്റങ്ങളും തേടിയെത്തുന്നു എന്നതാണ് സത്യം. ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആകെത്തുകയാണ് ഇവരെ കാത്തിരിക്കുന്നത്. കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തുന്നു. ജോലിയിൽ അംഗീകാരവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് കാത്തിരിക്കുന്നത്. പല കോണിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള അംഗീകാരം ലഭിച്ചേക്കാം. ഇനി ചോതി നക്ഷത്രമാണ് അടുത്തത്. ചോതി നക്ഷത്രക്കാർക്ക് മികച്ച തുടക്കങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത്. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുന്നു. എന്ത് കാര്യം ആരംഭിക്കുന്നതിനും ഏറ്റവും മികച്ച സമയമാണ് എന്നത് വലിയ കാര്യം. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായും നിങ്ങൾ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി മാറുന്നു. ലോട്ടറി ഭാഗ്യം വരെ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നു. കരിയർ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. സാമ്പത്തിക സ്ഥിരത മികച്ചതാണ്. അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ്. അവസരങ്ങളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും മികച്ചതാക്കുന്നതിനും സാധിക്കുന്നു. ആരോഗ്യ പ്രതിസന്ധികളെയെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നതിനുള്ള സമയമാണിത്. വൈകാരികമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് മികച്ചത് നൽകുന്നു. സ്വയം ചിന്തിച്ച് വേണം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നേട്ടം നിങ്ങൾക്കും കിട്ടുന്നു. സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളെ തേടിയെത്തുന്നു. ആത്മീയമായും നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയാവുന്നു. ലോണുകളും ചിട്ടിയും ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. രാജയോഗ ഫലമായി നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയമാണ് കാത്തിരിക്കുന്നത്. അടുത്ത രാജയോഗ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണിത്. സാമ്പത്തികം മികച്ചതാണ്. സാമ്പത്തിക സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തുന്നു. വ്യക്തിപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണിത്. ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തേടിയെത്തുന്നു.
കർക്കിടക മാസത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ഉത്ര നക്ഷത്രത്തിനെ കാത്തിരിക്കുന്നത്. ഈ 5 നക്ഷത്രക്കാർക്കാണ് രാജയോഗം കാത്തിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളും വിവാഹം, തൊഴിൽ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.